മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ. 25-26 ഒരു പുതിയ അധ്യയന വർഷം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പരിപാടികൾ ആരംഭിക്കുന്നു. പ്രവേശനോത്സവ ഗാനത്തോടുകൂടി കുട്ടികളെ നമ്മൾ സ്വീകരിച്ചു. ഇന്ന് ആദ്യമായി പ്രാർത്ഥന. കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ പഞ്ചായത്തിന്റെ അന്യരെ കൃഷ്ണമണിയായ നമ്മുടെ കാക്കശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം ഇന്നിവിടെ നടക്കുകയാണ്. രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അധ്യയന വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമാകട്ടെ എന്ന ആദ്യത്തെ ഒരു ആശംസ. ഇതിനൊപ്പം നമ്മുടെ മക്കളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ അർപ്പിച്ച ആ വിശ്വാസത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. അലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള കതിരൊളി ചിന്നിയ പലതും അടിച്ചു പഠിക്കണ്ടേ നമുക്ക്? വേണ്ടേ വേണ്ടേ? അപ്പൊ കാക്കശ്ശേരി ഇവിടെ എല്ലാവരും പറഞ്ഞേ 100 വർഷം കഴിഞ്ഞില്ലേ? വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിന് പേര് കഥയിലൂടെ കവിതയിലൂടെ അഭിനയ മുഹൂർത്തങ്ങളുടെ വാക്കുകളുടെ പ്രകടനമാണ് നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മലയാള ഭാഷ വിദ്യാർത്ഥികളിൽ ഭാഷാജ്ഞാനം, സാമൂഹ്യ സാംസ്കാരിക ബോധം, ആത്മവിശ്വാസം എന്നിവ വളർത്തുന്നത് ഭാവിയിലെ പരിചയബോധമായി മാറുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൂടി നടത്തുന്നുണ്ട്. അതിന്റെ പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത് വൺ ഡേ വൺ വീക്ക്. നമ്മുടെ വേർഡ് ഓരോ ക്ലാസ്സുകളായിട്ട് ഒരാഴ്ചയിലൊരു വേർഡ് അനൗൺസ് ചെയ്യും. അതിന്റെ യൂസേജ് എങ്ങനെയാണ് ആ ആഴ്ചയിൽ തന്നെ അവർ പരിചയപ്പെടുത്താം. ശാസ്ത്രമൊരുക്കും കാലഘട്ടത്തിലെ അവസാനത്തെ പ്രവേശനോത്സവത്തിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. 10 വർഷമായി ഞാൻ തുടർച്ചയായി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ 10ാമത്തെ വർഷമാണ് ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് കാണാനും ആ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പോകാനും സാധിക്കുന്നത്.
അതായത് ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ പണ്ട് വിചാരിച്ചു തന്നെയാണ് ആ വിചാരിച്ചതുപോലെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് കാസർഗോഡിലെ കളമണി പഞ്ചായത്തിലാണ് ചിറകുകളെതിരായി നിന്നു തുടങ്ങാം കരുത്തുള്ളൊരു പോരാട്ടം. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലെത്തി പഠിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നവരെയുള്ള എല്ലാ വിശേഷങ്ങളും വീട്ടുകാരോട് പറയും, അമ്മയോട് പറയണം, ഒന്നും വിട്ടു പോകാതെ പറയണം, എല്ലാ കാര്യങ്ങളും പറയണം. ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇത്രയധികം കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വളരെ സന്തോഷമാണ്. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് രക്ഷിതാക്കളായ നിങ്ങളോടാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങളുടെ മക്കളെ ചേർക്കാൻ കാണിച്ച ആ മനസ്സിനെ ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞു.